ഹേ ഗൈസ്, എന്തൊക്കെ ശേഷം സുഖമാണ് വിചാരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവരും സ്വന്തം. അപ്പോൾ ഇന്നത്തെ ഹോട്ട് അപ്ഡേറ്റ് അല്ലെങ്കിൽ UK അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ UKയുടെ ഇലക്ഷൻ തന്നെയാണ് കേട്ടോ. നിങ്ങൾ എത്ര പേര് വോട്ട് ചെയ്യാൻ പോയി എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ കൂടി ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. നമുക്കും UKയുടെ ഭാവി നിർണ്ണയിക്കാനായിട്ട് നമുക്ക് എന്താണ് ഇലക്ഷൻ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും മാക്സിമം ഇനി വരാൻ പോകുന്ന ഇലക്ഷനൊന്നും മിസ് ചെയ്യണ്ട. നിങ്ങൾക്ക് ആർക്കാന്ന് വെച്ചാൽ വോട്ട് ചെയ്തേക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇലക്ഷൻ റിസൾട്ടും വന്നു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ സമയം പിടിക്കും. ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് പരിപാടി തീർന്നു. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്താം. വളരെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇനി അടുത്ത മന്ത്രിസഭ ഈ ലേബറിനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ വല്ല പ്രതീക്ഷയുണ്ടോ ചേട്ടാ എന്നുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ആദ്യം എടുക്കുന്ന ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് കൊച്ചി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു UK. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുവിധപ്പെട്ട നമ്മുടെ മലയാളികളും എല്ലാവരും വോട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ഇവിടെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ വോട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ അന്യരാജ്യക്കാരാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാനില്ല. നമുക്ക് വേറെ രാജ്യങ്ങളൊക്കെ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ നമ്മുടെ UK അത് പറ്റും. ഇവിടുത്തെ ഇലക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ആളെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഭാവി നിർണ്ണയിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ള ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ വോട്ട് ചെയ്തതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, UKയുടെ രാഷ്ട്രീയ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഉള്ള മന്ത്രിസഭ, ഋഷി സുനക്, നമ്മുടെ ബോസ് ജോൺസൺ ഗവൺമെൻറ്, അവരൊക്കെ വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല ലീഡിലും അതുമാത്രമല്ല നല്ല മുൻതൂക്കത്തിൽ വർഷങ്ങളോളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോഴാണ് പൊടുന്നനെ താഴത്ത് വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും പറയുന്ന പോലെ ഋഷി സുനക് രാജിവെക്കുന്നു ഞാൻ പറയുന്നില്ല. കാരണം പുള്ളി ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ അവസാനം വരെ പോരാടി നേരിട്ട് ഇലക്ഷന് ചെല്ലുമെന്നാണ് എൻ്റെ ഒരു ഇതിൽ. കാരണം രാജിവെക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത്. ഇനി രാജിവെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇലക്ഷൻ വരും. അപ്പോൾ എന്താവും, ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ കണക്കുകൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഏകദേശം 107 കൗൺസിൽസിൽ നടന്ന ഇലക്ഷനകത്ത് 104 കൗൺസിലുകൾ ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇനിയും കുറച്ച് വരാനുണ്ട്. ലണ്ടനിലെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. മറ്റ് സ്ഥലങ്ങളിലെ റിസൾട്ടൊക്കെ ഏകദേശം കൊണ്ട് വന്നു. വിചാരിച്ച പോലെ തന്നെ ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ കൗൺസിലേഴ്സിനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏകദേശം 1101 കൗൺസിലേഴ്സ് ഇപ്പോൾ വരെ ഇലക്ഷൻ റിസൾട്ട് വന്നത് വരെ കണക്കുകൾ അനുസരിച്ചിട്ടുണ്ട്. ഏകദേശം 182ഓളം പുതിയ കൗൺസിലേഴ്സിനെ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി നമുക്കറിയാം ഇപ്പോൾ സെക്കൻഡ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിലേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇരുന്ന പാർട്ടിയാണ് നോക്കണേ, രണ്ടാമത്തെ സ്ഥാനത്തേക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാം സ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞാൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 515ഓളം കൗൺസിലേഴ്സിനെ നേടിയിരിക്കുന്നു. അവര് പുതിയൊരു ചലനം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ വരുന്ന വർഷങ്ങളിൽ ഈ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും വരുന്ന ഇലക്ഷനുകളിൽ എനിക്കൊന്ന് ലേബറിനെ കാട്ടിയും കൺസർവേറ്റീവ് പാർട്ടിനെയും കാട്ടിയും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു ലെവലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 102 കൗൺസിലേഴ്സിനെ എക്സ്ട്രാ കഴിഞ്ഞ വർഷത്തെയും കാട്ടി അപേക്ഷിച്ച് അവർ നേടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 505 കൗൺസിലേഴ്സിനെയാണ് ഇപ്രാവശ്യം അവർക്ക് നേടാനായിട്ട് സാധിച്ചത്. -6 467, ഏകദേശം 467 വരെ അവരുടെ കൗൺസിലേഴ്സിനെ അവർ ലൂസ് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഭരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഋഷി സുനകിന്റെ നേതൃത്വത്തിലുള്ളത് ഒരുപാട് എന്താ പറയാ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെയുള്ള എന്താ പറയാ രാഷ്ട്രീയ സ്ഥിതികൾ മാറുന്നു. പല യുക്രൈനും അതുപോലെ തന്നെ ഇസ്രായേലും അങ്ങനെയുള്ള പല വാറുകൾ വരുന്നു. അതുമാത്രമല്ല അതൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ലേബർ പാർട്ടിക്ക് വലിയൊരു അടിയൊക്കെ ഈ വാറ് കൊണ്ടുള്ള ഒരു പ്രചരണത്തിൽ വന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് അവർക്ക് സപ്പോർട്ടായിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നമുക്കറിയാം ഇവിടുത്തെ ഇൻഫ്ലേഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത വിലക്കയറ്റം, അങ്ങനെ പല കാര്യങ്ങളും ഇൻട്രസ്റ്റ് റേറ്റിൽ കൂടുന്നതും കുറയുന്നതും വളരെ രീതിയിൽ ഇവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക ഏകദേശം 467 കൗൺസിലേഴ്സ് അങ്ങോട്ട് പോയി കിട്ടി. 104 കൗൺസിൽസിൻ്റെയാണ് ഇതുവരെ റിസൾട്ട് വന്നിട്ടുള്ളൂ. ഇനിയുണ്ട് 3 കൗൺസിൽസിൻ്റെ വരാനായിട്ട്. ഓക്കെ, അപ്പോൾ അപ്പുറത്തൊരു ഇൻഡിപെൻഡന്റ് പാർട്ടി ഉണ്ട്. ഏകദേശം 225 കൗൺസിലേഴ്സുമായിട്ട് കൺസർവേറ്റീവിന്റെ തൊട്ട് പിന്നിലുണ്ട്. ഏകദേശം 93 സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ട് കൂടുതൽ അവർ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ഗ്രീൻ പാർട്ടി
ഒരു നല്ലൊരു ചലനം ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 178 സീറ്റുകൾ അവർ ഇവിടെ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് 73 സീറ്റുകളുടെ മുന്നേറ്റം അവർ കാണിക്കുന്നു. എല്ലാ പാർട്ടികളും നല്ല രീതിയിൽ മുന്നേറ്റം കാണിക്കുന്നുണ്ട്, കൺസർവേറ്റീവ് ഒഴിവെ. കാരണം വെച്ചാൽ 467 സീറ്റുകൾ അവർ പോയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴുള്ള എങ്ങനെയാണ് സ്പ്ലിറ്റ് ആയി പോയിരിക്കുന്നത്. അതിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരുപാട് ആൾക്കാർ മാറാനുള്ള സാധ്യത ഇതിൽ കാണിക്കുന്നത്. എന്തായാലും UK സാഹചര്യങ്ങൾ പാടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലണ്ടനിൽ നമ്മുടെ സാദിഖ് ഖാൻ വീണ്ടും വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഇൻഫർമേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, നമ്മുടെ UK ഇപ്പോഴത്തെ സ്ഥിതികൾ ഇങ്ങനെയാണ് പോകുന്നത്. അധികം വൈകാതെ തന്നെ നമ്മുടെ ലേബർ പാർട്ടി അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഋഷി സുനകിന് കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ മാജിക് കാണിച്ചാൽ മാത്രമായിരിക്കും ഇനി അവർക്ക് അധികാരത്തിൽ വരാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഇമിഗ്രേഷന്റെ കേസിൽ നോക്കാം. ഇവരുടെ ഇമിഗ്രേഷൻ നയങ്ങൾ ഞാൻ മുന്നേ തന്നെ ഇവരുടെ മാനിഫെസ്റ്റോ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ അടുത്തിടയിൽ ഇവരൊരു ചില കാര്യങ്ങൾ അവർ റിവ്യൂ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കെയറേഴ്സിന്റെ ഡിപ്പെൻഡൻസിന്റെ കേസിൽ ഇവരൊരു റിവ്യൂ ചെയ്യും. ആവശ്യമാണെങ്കിൽ അത് വീണ്ടും കെയറേഴ്സിന് ഡിപ്പെൻഡൻസിനെ ഒരു അലോ ചെയ്യുന്ന ഒരു മട്ടിലുണ്ടാവും എന്നുള്ള ലേബറിന്റെ ഒരു ന്യൂസ് നമ്മൾ കേട്ടായിരുന്നു. സാദിഖ് ഖാനും ടീംസൊക്കെ ഒരു ന്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല സാലറി ത്രഷോൾഡിന്റെ കേസിനകത്തും ഒരു റിവ്യൂ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ വീണ്ടും ഒരു ഇമിഗ്രേഷൻ നയം ഇല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ റൂൾ ചേഞ്ചുകൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരയ്ക്കും ഈ പറഞ്ഞ ഡിപ്പെൻഡൻസിന്റെ കാര്യത്തിൽ റിവ്യൂ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അത് വലിയൊരു പോസിറ്റീവായിട്ട് ഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് മാത്രമല്ല സാലറി ത്രഷോൾഡിന്റെ കാര്യത്തിലും റിവ്യൂ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള സ്റ്റുഡൻസിനും ഇനി ജോലി കിട്ടുന്ന ആൾക്കാർ കുറെ ഈ സാലറി ത്രഷോൾഡ് വന്നുകൊണ്ട് കുറെ ആൾക്കാർക്ക് ജോലി കിട്ടാതെ പല കമ്പനികൾ ആൾക്കാരെ പിരിച്ചുവിടണമെങ്കിൽ ആൾക്കാരെ എടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം ചിലപ്പോൾ വരാനും ഒരു ഇമിഗ്രേഷൻ നയത്തിലേക്ക് നല്ലൊരു ഇമിഗ്രേഷൻ നയം കൊണ്ടുവരുവാണെങ്കിൽ അതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും പുതിയ ഈ പറഞ്ഞ നിയമങ്ങളിൽ എന്തെങ്കിലും ഇനി കടുപ്പിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ലേബറിന്റെ മുന്നത്തെ മാനിഫെസ്റ്റോ വെച്ചിട്ട് തീർച്ചയായിട്ടും എനിക്ക് ലേബറിനെ കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓപ്പണായിട്ട് പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഇമിഗ്രേഷന് അനുകൂലമായിട്ട് എനിക്ക് തോന്നിയില്ല മാനിഫെസ്റ്റോയിൽ. പക്ഷെ അതിന്റെ ഇടയിൽ വന്ന ന്യൂസിലാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായത്. അപ്പൊ ഇനി വരുന്ന ഇലക്ഷന് ഇവരുടെ അജണ്ടകൾ എന്തായിരിക്കും, ഇമിഗ്രേഷൻ നയങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് തുറന്നു പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ നയങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് വോട്ട് രേഖപ്പെടുത്താനും നമുക്ക് സാധിക്കും, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നയങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല സൂചനയല്ല. പക്ഷെ ഈ ഇടയിൽ വരുന്ന ന്യൂസ് അത് നമ്മൾ എത്രത്തോളം വിലക്കെടുക്കണം, അത് എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളതെല്ലാം ഇലക്ഷന് ശേഷം മാത്രമായിരിക്കും നമുക്കറിയാം. വേണമെങ്കിൽ ഒരു പരീക്ഷണം മാത്രമായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലേബർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. പലരും എന്നോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്, ലേബർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗതിയും പിടിക്കുക എന്നുള്ളത്. എനിക്ക് ഒരു 50-50 എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം, ഒരു കൺസർവേറ്റീവ് പാർട്ടി നിലവിൽ വരുവാണെങ്കിൽ ഋഷി സുനകിന്റെ അധികാരത്തിൽ വരുവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ത്യക്കാർക്ക് കുറച്ച് ഗുണം ചെയ്യാൻ പോകുന്നത് കൺസർവേറ്റീവ് പാർട്ടി തന്നെയായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിപ്പോ ഏകദേശം കൊണ്ട് മൂലക്കിരിപ്പായിട്ടുണ്ട് കൺസർവേറ്റീവ് പാർട്ടിയുടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടി ഇപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് എടുത്തിട്ടിരിക്കുന്നു. ഇനി ഇലക്ഷന് മുന്നോട്ട് കൂടിയിട്ട് എന്തെങ്കിലും ഋഷി സുനകിന്റെ മാജിക് പ്രവർത്തിച്ചാൽ വർക്കാവും. കാരണം ഇപ്പോൾ ഡീപ്പോർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു റവാണ്ടയിലേക്ക്. അപ്പോൾ ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നു. എല്ലാ ഇല്ലീഗൽ മൈഗ്രൻസിനെയും പിടിച്ച് കൂട്ടിക്കയറ്റുന്നു, അകത്തേക്ക് പുറത്തുകൊണ്ട് ആക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വർക്കായാൽ ഇവിടെയുള്ള ആൾക്കാരുടെ മനസ്സിൽ അതൊക്കെ നേടിപ്പിടിക്കുക, എന്തെങ്കിലും പുതിയൊരു ചലനം സൃഷ്ടിച്ചാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള കൗൺസിലുകളുടെ എണ്ണത്തിലും കണക്കുകൾക്കും അനുസരിച്ചിട്ട് അടുത്ത വർഷം ഈ പറഞ്ഞ ഇലക്ഷന് തീർച്ചയായിട്ടും ലേബർ പാർട്ടി അധികാരത്തിൽ വരാനാണ് സാധ്യത, മാജിക് പ്രവർത്തിച്ചാൽ മാത്രം. അപ്പോൾ ഇമിഗ്രേഷന്റെ കാര്യത്തിൽ കുറച്ച് പോസിറ്റീവും കുറച്ച് നെഗറ്റീവും ഉണ്ട്. എന്നാൽ 50-50 ആയിരിക്കാം ഈ നമ്മുടെ ലേബർ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള പോസിബിലിറ്റി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിവേ ചാനൽ ഇൻഫോർമേറ്റീവ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യാൻ.